എന്താ കൊലയൊക്കെ ആയിട്ട് പുതിയ പരിപാടി? വല്ല സദ്യ മറ്റുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇതങ്ങോട്ട് എടുത്തിട്ടുള്ള കാശിഞ്ഞതാ. ഈ ചള്ളൊന്നും എനിക്ക് ചള്ളൊന്നുമല്ല, നല്ല ഒന്നാം തരം നേന്ത്രയത്തിനാ ബനാന. അല്ല, ഇത് എവിടെ നിന്ന് കിട്ടി? അതൊരു രഹസ്യമാ. ഓ മനസ്സിലായി, കണ്ടോന്റെ പറമ്പുകാരി. അയ്യേ, അത്രയും ചീപ്പ് പരിപാടിക്കൊന്നും ഞങ്ങളെ കിട്ടൂല. അല്ലെങ്കിൽ കാതർക്കാട് എന്തിനാ ഒളിച്ചു വെക്കുന്നത്? ഇതേ ഇവൻ കൃഷി ഓഫീസറാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പുങ്കൻ സംഭാവന ചെയ്ത കൊലയാകാതർക്കാർ. ഇവനെ കൃഷി ഓഫീസറാണെന്ന് തെറ്റിദ്ധരിച്ചോലെ മൂന്നക്ക് ചാണം കളിക്കടിക്കാൻ. നിങ്ങളല്ലേ ഏതോ ഒരു കൃഷി ഓഫീസർ കൊടുക്കാൻ ഒരു കൊല വേണമെന്ന് പറഞ്ഞേ? അതോ മറ്റാണോ വിളിച്ചത്? ആരടാ പുങ്കൻ? ഇപ്പോഴല്ല പുങ്കനെ മനസ്സിലായത്. അങ്ങനെ വാടക കാശ് കൈ കിട്ടുമ്പോ പിള്ളച്ചേട്ടൻ കാണിക്കാൻ പോകുന്ന സ്നേഹം നീ നോക്കിക്കോ. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ, അവധി വരാനാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാ. ഇനി അവധി വരുന്ന പ്രശ്നമില്ല, ചെയ്യേണ്ടത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കാൻ നോക്കണ്ട. ഉപദ്രവേൽപ്പിക്കുന്നു. ഇത് തരാനില്ലായിരുന്നോ കൈ നീട്ടാൻ? നേരത്തെ പറയണ്ടേ? അതിന് പഠിച്ചില്ലേ? അടി കിട്ടുന്നതിന് മുമ്പ് പറയണ്ടേ? അതല്ലേ ബുദ്ധി. നാട്ടു മുഴുവനുണ്ടോ? 4 മാസത്തെ വാടക കുടിച്ച് തീർത്തിരിപ്പുണ്ട്. അപ്പൊ നടപ്പ് മാസത്തെ വാടകയോ? ഒന്ന് അടങ്ങിയേട്ടാ, ആക്രാന്തം കാണിക്കാതെ. ജോലിയും തൊഴിലൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് എവിടുന്ന പണം? വെറുതെ മുടിക്കാൻ പോയോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണ. രക്തം വേർപ്പാക്കിയ കാശാ. രക്തം വെള്ളാക്ക്. എന്താ വെള്ളം ചേർത്തോ? ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാം. ചിരിക്കണ്ട. എന്താ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്തൂടെ? ചെയ്യാം. ആട്ടെ, എന്ത് ബിസിനസ് ആണാവോ? ഞങ്ങൾ ഈ ഹോട്ട് അയൺ പ്രസിംഗ് യൂണിറ്റ്. ഹോട്ട് അയൺ പ്രസിംഗ് യൂണിറ്റ്. അതെന്ത് ബിസിനസ്സാ? അതായത് സപ്പോസ് ചേട്ടൻ ഒരു ബിസി മാൻ, രാവിലെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഡ്രസ് മെറ്റീരിയൽസ് കയ്യിലെടുക്കുമ്പോ അതിലുള്ള ചുളുവോ ഒടുവോ ഉണ്ടെന്നിരിക്കട്ടെ. ഉടനെ ചേട്ടൻ ഞങ്ങളുടെ കമ്പനിയെ ഇൻഫോം ചെയ്യും. ഞങ്ങൾ ഒരു ഓവൽ ഷേപ്ഡ് ഗ്ലാസ് പ്ലേറ്റിൽ കോൾ അല്ലെങ്കിൽ കോമൺ കരി ഫില്ല് ചെയ്ത് ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് ചേട്ടന് തരുന്നു. ചേട്ടന്റെ മുഖത്ത് മുമ്പ് ഒരിക്കലും കാണാത്ത ഒരു സംതൃപ്തി. എവിടെ സംതൃപ്തി ഉണ്ടോ അവിടെ, അല്ല എവിടെ ഞങ്ങളുണ്ടോ അവിടെ സംതൃപ്തി ഉണ്ട്. ഇപ്പൊ ഏകദേശം രൂപ മനസ്സിലായല്ലേ? മനസ്സിലായി. തേപ്പ്. അതെ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത കച്ചറ പാർട്ടീസ് അങ്ങനെയും പറയും. സൂക്ഷിച്ചു കഴിക്കണം. ഇതേപോലെ എത്ര പട്ടുസാരി ഞാൻ കണ്ടിട്ടുള്ളതാ. ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ. 2 പാന്റും 2 ഷർട്ടും 1.5 വണ്ടിക്ക് പോകാനുള്ളതാ. വേഗം തരണം. 10 മിനിറ്റ്. ഇതുകൂടെ കൊണ്ട് കൊടുത്തിട്ട് വാ. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. നീ കൊണ്ട് കൊടുത്തിട്ട് വാ. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഞാനും അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാൻ നീയും. നടന്നിരുന്ന എന്റെ കാലിന്റെ തൊലി പൊളിഞ്ഞു. ഇന്നത്തേക്ക് ഇവിടെ നീ കൊടു. നാളെ മുതൽ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നീയും അടുത്തുള്ള സ്ഥലങ്ങളിൽ ഞാനും. അല്ല, അടുത്തുള്ള സ്ഥലങ്ങളിൽ ഞാനും ദൂരെയുള്ള സ്ഥലങ്ങളിൽ നീയും. ഷിഫ്റ്റ്. ആ ഏരിയയിൽ നല്ല സുന്ദരികളായ കൊച്ചന്മാരുണ്ടേ. നീ പോയി എൻജോയ് ചെയ്തിട്ട് വാ. അതൊക്കെ ഒന്നുമില്ല, നീ ചെല്ല്. നന്ദകുമാറിന്റെ ഖാദി ബോർഡിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ട്. കിട്ടൂ. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോവാടാ. ഇതിലൊരു ഉപ്പിട്ടെ. അവിടെ ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡർ അല്ല, ഇന്റർവ്യൂവിനുള്ള മെമ്മോയാ. തന്നോടാരാ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണെന്ന്? ഖാദി ബോർഡിന്റെ കവർ ആയതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണെന്ന് വിചാരിച്ചു. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ. ഇത് മനഃപൂർവ്വമാണ്. പിന്നെ ആരെ പിടിച്ചാ സംഗതി നടക്കുമെന്ന് പറയാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ചതിക്കല്ലേ. നീ ഒരു ചുക്കും ചെയ്യണ്ട. ജോലി കിട്ടിയില്ലേലും വേണ്ടില്ല, ഇന്റർവ്യൂ സ്ഥലത്തിന്റെ 7 അയലത്ത് നീ വന്നു പോരും. അതെ, ഒരു ചക്ക വീണ് മുതല് ചത്തെന്ന് പറഞ്ഞ് എപ്പോഴും മുതല് വീഴില്ല കേട്ടാ. നീർക്കോലി കടിച്ചാലും മതിയുടെ അത്താഴം മുടങ്ങാൻ. പിന്നെ ഈ കാതർക്ക് കൊടുക്കാനുള്ള കാശ് നമുക്ക് ആദ്യം കൊടുത്തു തീർക്കണം. അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ ഈ കാതർക്കയെ പോലെ ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പരോപകാരി, ഉദാരശീലൻ, ദയാലു, അൽസ്വഭാവി. ആക്കല്ലേ 100 ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞ് നാം എടുത്തിട്ടേ ഉള്ളൂ. എന്നും കൂടി പറഞ്ഞ് പൂർത്തിയാക്കണം. മൊത്തം വീഴും. മക്കളെ, നിങ്ങളെക്കാൾ 3-4 വയസ്സിന് മൂപ്പ് എനിക്ക് തന്നെയല്ലേ. വേറെ പുതിയ നമ്പർ ഒന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഈ മൂത്തവരെ ഒരു ബഹുമാനമില്ല വന്നിരിക്കുക. കൊണ്ടുകൊടു, അങ്ങേറ്റത്തെ വീട്ടിൽ കൊണ്ടുകൊടു.
ഒന്നും പറയണ്ട ചെല്ല്. കാതർക്ക, ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെ. PSC ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുന്നു. എന്തോ എന്റെ മനസ്സ് വരുന്നു, നിനക്ക് ഈ ജോലി അയ്യോ, നാക്കെടുത്ത് വളയ്ക്കല്ലേ. ഒന്ന് പറഞ്ഞോട്ടെന്നെ, കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ഒരു നല്ല കാലം വരുമ്പം അതിന് തൊട്ട് പിന്നിലായിട്ട് ഒരു കഷ്ടകാലം മോനെ, അതിന് താമോളെ, ഈ നിഷ്കളങ്കം പിള്ളയുടെ വീടേതാ? ഇതാണ് അഡ്രസ്. നേരെ ഒന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ലാസ്റ്റ് കാണുന്ന വീട്. നേരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞ് ലാസ്റ്റ് കാണുന്ന വീട്. അതെ. ഞാൻ ഈ ഫയലൊക്കെ അച്ഛൻ ഓഫീസ് കൊണ്ടുകൊടുക്കാൻ പോവാ. എനിക്ക് ഈ ഫയൽ തന്നെ ആവശ്യം. നീ വണ്ടി വിട്. ഞാൻ കൂടെ കേട്ടോ. വേണ്ട, പിന്നെ ഞാൻ കഴിഞ്ഞു, പക്ഷെ സ്വല്പം കരിഞ്ഞു. ഇത് ഇത്തിരി പിടിച്ചു ഉടനെ. പറഞ്ഞ പോലെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണ്ടേ. അച്ഛാ, നന്ദോട്ടൻ, നന്ദോട്ടാ. നിങ്ങളെന്താ ഇവിടെ? ഇവർക്ക് ഇവിടെ PWD ക്ലർക്കായിട്ട് ജോലി കിട്ടി. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഇതാണോ നിന്റെ ഓഫീസ്? ഇതൊരു ഓഫീസാ, പക്ഷെ ഹെഡ് ഓഫീസ് അങ്ങ് ബോംബെയിലാ. ഓ, അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നു. ബാലകൃഷ്ണ സർ, ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഫ്ലൈറ്റ് ടിക്കറ്റോ? നാളെ ഒരു കോൺഫറൻസ് ഉണ്ടേ. നീ ഭാഗ്യമുള്ളവനാ മോനെ. ഞാൻ അന്ന് വല്ലതും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കുട്ടിയെ കരുതി നീ അങ്ങ് ക്ഷമിക്കണം. ക്ഷമിക്കാം. പക്ഷെ ആ സംഭവം ഒരു കറുത്ത അധ്യായമായി എന്നും എന്റെ മനസ്സിലുണ്ടാവും. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കരുത്. നിങ്ങളുടെ? അതെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. നല്ലൊരു മുഹൂർത്തം നോക്കി നിങ്ങളുടെ വിവാഹം നടത്തി തരാനായി എന്റെ തീരുമാനം. ഇത് ഞാൻ അയൺ ചെയ്യാൻ കൊടുത്തിരുന്ന പേന്റ് ഷർട്ടുകൊണ്ട് എഴുതിയിട്ടിരിക്കുന്നു. അമ്മ, നിങ്ങൾ കാറിലോട്ട് കയറട്ടെ. എനിക്ക് സ്വല്പം ധൃതിയുണ്ട്. ഞാൻ നിങ്ങൾ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. കേറിക്കാൻ പോട്ടെ. എളുപ്പം. ഇത് എന്ത് കൂത്താ? എല്ലാം അയൺ ചെയ്ത് കഴിഞ്ഞോ? അയൺ. നിങ്ങൾക്ക് ഈ വിചാരം മാത്രമേ ഉള്ളൂ. 1500 ടൺ ഗ്ലാസ്, 8000 ടൺ അലൂമിനിയം, 3000 ടൺ കോപ്പർ, ഇതൊക്കെ ഉണ്ടെങ്കിലേ ചരക്ക് കയറ്റി വയ്ക്കാൻ പറ്റൂ. നിങ്ങൾ ഈ അയാണി മാത്രം തൂങ്ങി പിടിച്ചാൽ ഇനി എനിക്ക് നടപടി എടുക്കേണ്ടി വരും. വേണ്ടി വന്നാൽ ഞാൻ കൊട്ടേഷൻ ക്യാൻസൽ ചെയ്ത് കളയും. കൊട്ടേഷനോ? ഈ ഷർട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി മിസ്റ്റർ. വെരി പുവർ ക്വാളിറ്റി. ഇതൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ അതേപോലെ തിരിച്ചു വരും. 2 മിനിറ്റ്, ഞാൻ ഇയാൾ ഒന്ന് ഡിസ്പോസ് ചെയ്തിട്ട് വരാം. എന്റെ ഒരു ക്ലയന്റ്. വന്നേ. ഈ ഷർട്ട് എന്നൊക്കെ പറയുന്നത് കുഴഞ്ഞു, ആകെ കുഴഞ്ഞു. ഒന്നും പറയത്തില്ല. മുഴുവൻ കൺസൈൻമെന്റ് തിരിച്ചയച്ചാൽ എന്റെ പണി പോകുന്ന പരിപാടിയാ. ഇത് കണ്ടോ? സാരി തന്നെ. ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഡാമേജ് ഗുഡ്സ് ഒന്നും കയറ്റി വയ്ക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ സാരി കരിഞ്ഞു. നോ എക്സ്പ്ലനേഷൻസ്. നിങ്ങൾക്ക് ലാസ്റ്റ് പണി ഞാൻ തന്നു കഴിഞ്ഞു. കിട്ടൂ. അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്തരാം. അതെ, പിന്നെ ഇത് എന്റെ ഇത്തിരി വണ്ടിയുടെ മുതലാളിയാ. മുതലാളി ഇത് തേച്ചപ്പോ ചൂടാക്കി കൊടുത്തേക്ക്. എന്റെ സമ്പത്തിൽ നിന്ന് പിടിച്ചോ. വണ്ടി വിട്. ഒരു പ്ലേറ്റ് ദോശ കൊടുത്താ. കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. ഇതെന്താ വേണം? പുട്ടും കടലക്കായും ഉണ്ടോ? ഉണ്ടോന്നോ? റസ്മയിലെ ഒരു കുച്ചി വിട്ടുകൊടുത്തൊരു വലിയ നോക്ക് തിന്നട്ടെ. അതെന്താണ് ഒരു ചായ കുടിച്ചത് 100 നോട്ട്? ഇതേ ചില്ലറ മാറ്റാനുള്ള സ്ഥാപനമല്ല. ചേഞ്ച് ഇല്ല മുതലാളി. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എന്തെങ്കിലും കുറച്ച് പലഹാരം നിന്ന് പൈസ കണക്കാവട്ടെ. അത് വിശപ്പുണ്ടെങ്കിലേ കഴിക്കാക്കത്തുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഉസ്മാനെ, ചൂടുള്ള ദോശ ആംലേറ്റ് ഒക്കെ പാർസലാക്കി കൊടുക്കുമ്പോഴേക്ക് കുട്ടിയെ കൊണ്ടു കൊടുക്കട്ടെ. അയ്യോ, അത് വേണ്ട. പുട്ടും കടലക്കായും കണ്ടോ? അത് കണ്ടു പഠിക്കേ. വയസ്സായൊരു തള്ളല്ലേ ഇപ്പൊ തന്നെ 10-25 രൂപയ്ക്ക് തിന്ന്. കാശ് തരാൻ ഉദ്ദേശമില്ല. പിന്നെ എന്ത് കഴിച്ചാൽ എന്താ? അവര് ഭ്രാന്തിയാണ് കാതർക്ക. 2-3 ദിവസം ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഊരും പേരൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നലെ ആ കുറുപ്പിന്റെ കടയിൽ കയറി കാപ്പ് കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ വലിയ പ്രശ്നമായി.
രണ്ട് ഏത്തപ്പഴന്താ തരാ ഞാൻ പൂവന്മാരും തരാം കേട്ടോ. മുട്ടും ഏത്തപ്പഴം ഓസി അടിക്കാനല്ലേ? അല്ല എന്താണ് ഉദ്ദേശം? ഇതുവരെ തിന്നോടത്തോളം കാശ് വെക്ക്. 25 രൂപ 60 പൈസ. കാശോ? എന്തിനാ പറ്റി നിനക്ക് കാശ്? എടാ ഇന്ന വീടെ കയറി നക്കി നിന്നെ പറ്റിയതോ? എടാ ഉസ്മാനെ വേണ്ടിട മോനെ, പാവല്ലേ. നോക്കട്ടെ ഈ കെട്ടില ആ, തുടരുത്. ആ, വിട്. വിടടാ പട്ടിയെ. അമ്മോ കരിയല്ലേ പൈസ പോയി തന്നാ മതി. അങ്ങനെ പറ, നീ സ്നേഹമുള്ളവനാ. ഞാൻ പോവാ.